10 പെൻസിൽ 50 രൂപയ്ക്ക് വാങ്ങി, കോസ്റ്റ് പ്രൈസ് 50 രൂപ, അത് 60 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ 10 രൂപ ലാഭം കിട്ടി, 10 രൂപ കൂടുതലായിട്ട്. ഗെയിൻ എമൗണ്ട് എത്രയാണ്? ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ചോദിച്ചാൽ ഗെയിൻ എത്ര രൂപ കിട്ടി? ലാഭം 10 രൂപ. അതായത് ഗെയിൻ പെർസെൻറ്റേജ് കാണാൻ കിട്ടിയ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ 10 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 50 ഇൻറ്റു 100, അതായത് 2 × 10, 20%. ഓപ്ഷൻ എ ആണ് ഉത്തരം. അതായത് ലാഭം എത്ര കിട്ടി ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഗുണം 100. എപ്പോഴും വാങ്ങിയ വില അടിസ്ഥാനമാക്കി ലാഭ ശതമാനം, ഗെയിൻ പെർസെൻറ്റേജ് എന്നോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നോ ലാഭ ശതമാനം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഗുണം 100. ലാഭം എത്ര രൂപയാണ് കിട്ടിയത്? 50 രൂപയ്ക്ക് വാങ്ങി 60 രൂപയ്ക്ക് വിറ്റു, അപ്പോൾ 10 രൂപ ലാഭം കിട്ടി. അത് തമ്മിലുള്ള വ്യത്യാസം. അതായത് 10 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അതായത് ഗെയിൻ പെർസെൻറ്റേജ് എന്താ? 10 ഡിവൈഡഡ് ബൈ കിട്ടിയ ലാഭം എത്ര എമൗണ്ടാണ്? ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. എപ്പോഴും ലാഭ ശതമാനമായാലും ഗെയിൻ പെർസെൻറ്റേജ് ആയാലും ലോസ് പെർസെൻറ്റേജ് ആയാലും നമുക്ക് കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനമാക്കി. ലോസ് പെർസെൻറ്റേജ് ചോദിച്ചാൽ ഉണ്ടായ നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ ലാഭ ശതമാനം ഗെയിൻ പെർസെൻറ്റേജ് ആയി ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയാലും ഇങ്ങനെ ചെയ്യണം. എത്ര രൂപ ലാഭം കിട്ടി? 10 രൂപ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 50 ഇൻറ്റു 100. 20%. ഓപ്ഷൻ എ ആണ് ഉത്തരം.